കോഴിക്കോട് മാത്രം നിപ, പിന്നിൽ ആസൂത്രിത ഗൂഢാലോചനയോ? കേരളം ഒരു റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പഴങ്ങൾ പരിശോധിച്ച ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. പഴങ്ങളിൽ നിപ ഉണ്ടോ എന്നുള്ള സ്ഥിരീകരണത്തിനാണ് ഇത്രയും കൂടുതൽ വൈവിധ്യമാർന്ന പഴങ്ങൾ കേരളത്തിൽ പരിശോധിച്ചത്. അങ്ങനെ കേരളം ലോകത്ത് ഒരു റെക്കോർഡ് ഇട്ടിരിക്കുന്നു. നിപ വൈറസ് ഉണ്ടോ എന്ന് പരിശോധിക്കാനായി ഏറ്റവും കൂടുതൽ പഴങ്ങളിൽ പരിശോധന നടത്തിയ പ്രദേശം എന്ന റെക്കോർഡാണ് കേരളം ഇട്ടിരിക്കുന്നത്. ഇതിൽ ഒരു പഴത്തിൽ പോലും നിപയുടെ വൈറസിനെ കണ്ടെത്താൻ ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വൈചിത്ര്യം, അല്ലെങ്കിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാം. ഒറ്റ പഴത്തിൽ പോലും നിപയുടെ വൈറസ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയും ലക്ഷക്കണക്കിന് വരുന്ന പഴ സാമ്പിളുകൾ പരിശോധിച്ചിട്ടും അതിൽ ഒന്നിൽ പോലും നിപയുടെ വൈറസ് സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആശ്ചര്യജനകമായിട്ടുള്ള കാര്യം. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, കോഴിക്കോട്ട് മാത്രം എന്തുകൊണ്ടാണ് നിപ വരുന്നത്? 2018 മുതൽ 2026 വരെ കോഴിക്കോട് ജില്ലയിൽ മാത്രം എന്തുകൊണ്ടാണ് നിപ വരുന്നത്? ഇതിന് കൃത്യമായ ഉത്തരം നൽകാൻ ഇന്നുവരെ ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ ഒരു ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം 2018 കോഴിക്കോട് ആദ്യമായി നിപ സ്ഥിരീകരിക്കുന്നത്. ചങ്ങരോത്ത് സ്വദേശി മുഹമ്മദ് സാബിത്ത് ആണല്ലോ. സാബിത്തിനെ നമുക്ക് മറക്കാൻ കഴിയില്ല. കാരണം അത്ര മാത്രം ഈ ആരോഗ്യരംഗത്തെ ചരിത്രത്തിൽ പേരെടുത്ത ആളാണ് മുഹമ്മദ് സാബിത്ത്. അദ്ദേഹത്തിന് നിപ പടർന്നു. പിന്നീട് നമുക്ക് അറിയാവുന്നതാണല്ലോ, അദ്ദേഹത്തിനെയും തുടർന്ന് വന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും ഒക്കെ പരിചരിച്ച ലിനി എന്ന നഴ്സിന് നിപ മൂലം ജീവൻ തന്നെ നഷ്ടമായത്. അങ്ങനെ 2018 കോഴിക്കോട് മാത്രം 17 മരണങ്ങളാണ് ഉണ്ടായത്. 2021 കോഴിക്കോട് നിപ ബാധിച്ചു. അങ്ങനെ 2021 മരണസംഖ്യ 2 കുറഞ്ഞു. 2023 കോഴിക്കോട് നിപ കണ്ടെത്തി. 2 മരണമാണ് 2023 കോഴിക്കോട് ഉണ്ടായിരിക്കുന്നത്. അതായത് ആകെയുള്ള 22 മരണങ്ങളിൽ 21 മരണങ്ങളും കോഴിക്കോട് മാത്രമാണ്. ഏറ്റവും കൂടുതൽ രോഗബാധിതരായിട്ടുള്ള ജില്ലയും കോഴിക്കോടാണ്. 2023 ഒരു മലപ്പുറം സ്വദേശി, കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 1 മരിച്ച മലപ്പുറത്തെ ഒരു സ്വദേശി മാത്രമാണ് കോഴിക്കോട് ജില്ലയിൽ നിന്ന് അപ്പുറത്ത്, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയ്ക്ക് വെളിയിലുള്ള ഒരു ജില്ലയിൽ ഒരു രോഗി മരിക്കുന്നത്. അതായത് മലപ്പുറത്ത് മാത്രമാണ് ഒരു മരണം. ബാക്കി 21 മരണങ്ങളും കോഴിക്കോട് മാത്രമാകുന്നത് എന്തുകൊണ്ടാണ്? കാലാകാലങ്ങളിൽ ജൂൺ മാസത്തോടടുപ്പിച്ച് എന്തുകൊണ്ടാണ് കോഴിക്കോട് മാത്രം നിപ വരുന്നത്? ഇതാണ് ഇവിടെ സംശയാസ്പദമായ കാര്യം. എന്തെങ്കിലും ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ടോ? ഇനി ശാസ്ത്രീയമായി കോഴിക്കോട്ടെ നിപയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും പഠിച്ചിട്ടുണ്ട്. ICMR ആണ് ആദ്യമായി പഠിക്കുന്നത്. അതായത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ആണ് കോഴിക്കോട്ടെ നിപയെക്കുറിച്ച് ആദ്യമായി പഠിക്കുന്നത്. പിന്നീട് പൂനെയിലെ NIV, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി, ഈ 2 സ്ഥാപനങ്ങൾ 2018 മുതൽ നിപയെക്കുറിച്ച് ആധികാരികമായി പഠിച്ചു. പക്ഷേ അവർക്ക് കൃത്യമായ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. പാരിസ്ഥിതിക മാറ്റം കാരണമാകാം, വവ്വാലുകളുടെ ഉയർന്ന സാന്ദ്രത മൂലമാകാം കോഴിക്കോട്ട് ഇങ്ങനെ പടരുന്നത് എന്നാണ് ഈ 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും ഒരു പ്രാഥമികമായിട്ടുള്ള, അല്ലെങ്കിൽ അന്തിമമായിട്ട് തന്നെ എന്ന് പറയാൻ തരത്തിലുള്ള നിഗമനം. അതായത് കോഴിക്കോട് പാരിസ്ഥിതിക മാറ്റം ഉണ്ടാകുന്നു, വവ്വാലുകളുടെ ഉയർന്ന സാന്നിധ്യം ഉണ്ടാകുന്നു. ഇവിടെ ഈ 2 നിഗമനങ്ങളെയും നമ്മൾക്ക് കൃത്യമായി എതിർക്കാൻ കഴിയാം. ഒന്ന്, പഴങ്ങളിൽ നിന്നാണല്ലോ ഇത് വവ്വാൽ വഴി മനുഷ്യനിലേക്ക് പടരുന്നത്. അപ്പോൾ പാലക്കാടാണ് ഏറ്റവും കൂടുതൽ മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം. മാങ്ങയിൽ നിന്നും അതേപോലെ റംബൂട്ടാനിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ വവ്വാലുകളിൽ നിന്ന് മനുഷ്യനിലേക്ക് ഈ രോഗം പടരുന്നതെന്നായിരുന്നു പൊതുവെയുള്ള ഒരു സങ്കല്പം. എന്നാൽ മാങ്ങ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കോഴിക്കോട്ടല്ല, പകരം പാലക്കാട്ടാണ്. പാലക്കാട്ട് നിപയില്ല.
ഇനി റംബൂട്ടാന്റെ കാര്യം വന്നാൽ റംബൂട്ടാൻ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് കോഴിക്കോട്ടല്ല, മറിച്ച് പത്തനംതിട്ടയിലാണ്. ഇവിടെ രണ്ടിടത്തും നിപയില്ല. ഇവിടെ ഇല്ലാത്ത നിപ എങ്ങനെയാണ് കോഴിക്കോട് വരുന്നത്? ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം. 2026 ഒരാൾക്ക് കൂടി കോഴിക്കോട് നിപ സ്ഥിരീകരിച്ചല്ലോ. അദ്ദേഹം വെന്റിലേറ്റർ ആയിരുന്നു. 43 വയസ്സുള്ള ഒരാളാണ്, കോഴിക്കോട് സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി സർക്കാർ ഗൗരവപൂർവമായ ഒരു കണക്കെടുത്തു. അദ്ദേഹം ഒരു ഗോഡൌണിന്റെ ഉടമസ്ഥനാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് തന്റെ ഗോഡൌണിൽ വവ്വാലുകളുണ്ട് എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഗോഡൌണിന് ചുറ്റുമുള്ള 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള വവ്വാലുകളുടെ സാമ്പിളുകൾ എവിടേക്കാണ് അയച്ചത്? ഭോപ്പാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസസ് എന്ന് പറയുന്ന ഒരു ലാബിലേക്കാണ് അയച്ചത്. അവിടെ നിന്നുള്ള ഫലവും പുറത്തു വന്നിരിക്കുന്നു. ഇവിടങ്ങളിൽ ഈ വവ്വാലുകളിൽ ഒന്നിൽ പോലും അവയുടെ ശാരീരിക സ്രവത്തിൽ നിന്നും, തുപ്പലിൽ നിന്നാകട്ടെ അല്ലെങ്കിൽ രക്തത്തിൽ നിന്നാകട്ടെ, നിപ വൈറസ് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉയരുന്നത്. എന്തുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ മാത്രം കൃത്യമായ ഇടവേളകളിൽ ഈ നിപ എന്ന് പറയുന്ന അസുഖം വരുന്നു? ശാസ്ത്രീയമായി ഇതിന് എന്താണ് ഒരു വിശദീകരണം? ഇന്നുവരെ അതിനൊരു വിശദീകരണം നൽകാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാമല്ലോ, ആദ്യം നിപ സ്ഥിരീകരിക്കുന്നത് മലേഷ്യയിലാണ്. മലേഷ്യയിലെ കുംബുങ് സംഗായ് നിപ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് നിപ സ്ഥിരീകരിക്കുന്നത്. പന്നികളിൽ നിന്നാണ് അവിടെ നിപ മനുഷ്യനിലേക്ക് പടർന്നത് എന്ന് കരുതിക്കൊണ്ട് സർക്കാർ ലക്ഷക്കണക്കിന് വരുന്ന പന്നികളെ കൊന്നൊടുക്കിയെങ്കിലും നിപയ്ക്ക് ശമനമായില്ല. പിന്നീട് ബംഗ്ലാദേശിലാണ് ഇത് കാണുന്നത്. ബംഗ്ലാദേശിൽ മധുരക്കള്ള്, അതായത് പനയിൽ വെച്ചിരിക്കുന്ന ഈ കള്ള് ഊറി വരാൻ വേണ്ടി വെച്ചിരിക്കുന്ന കുടത്തിൽ അത് വവ്വാലുകൾ കുടിക്കുന്നുവെന്നും അങ്ങനെ ആ കള്ളു കുടിച്ച ആൾക്കാർക്ക് നിപ വരുന്നുവെന്നുമാണ് ബംഗ്ലാദേശ് സർക്കാർ ഔദ്യോഗികമായി കണ്ടെത്തിയത്. എന്നാലും അവിടെയും കൃത്യമായ ഒരു ഉത്തരം ലോക ശാസ്ത്രത്തിന് അല്ലെങ്കിൽ ലോകത്തിലെ ആരോഗ്യ രംഗത്ത് WHO അടക്കമുള്ള ലോകത്തിലെ ആരോഗ്യ സംഘടനകൾക്ക് കൃത്യമായ ഒരു മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ടെറ്റോപ്പസ് മീഡിയസ് എന്ന് പറയുന്ന പഴന്തീനി വവ്വാലുകളിലാണ് ഈ പറയുന്ന നിപ വൈറസ് ഉള്ളത്. ഇവിടെ എടുത്തു പറയത്തക്ക ഒരു കാര്യം, വവ്വാലിൽ നിപ വൈറസ് കണ്ടെത്തിയിട്ടുണ്ട്, മനുഷ്യനിൽ നിപ വൈറസ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ വവ്വാലിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യനിലേക്ക് ഈ പറയുന്ന നിപ വൈറസ് പടരുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നുവരെ ശാസ്ത്ര ലോകത്തിന് അറിവില്ലാത്തത്, അല്ലെങ്കിൽ കൃത്യമായ ഉത്തരമില്ലാത്തത്. പന്നികളിൽ നിന്ന് പടരുന്നു എന്ന് പറയുന്നു, പക്ഷേ അതെങ്ങനെ പടരുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായ ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല. കള്ളിൽ നിന്ന് മനുഷ്യനിലേക്ക് പടരുന്നു എന്ന് പറയപ്പെടുന്നു, അവിടെയും കൃത്യമായ ഉത്തരം പറയാൻ കഴിയുന്നില്ല. കേരളത്തിലേക്ക് വരുമ്പോൾ അത് വവ്വാലുകളിൽ നിന്നും ആണെന്ന് പറയപ്പെടുന്നു, പക്ഷേ വവ്വാലിൽ നിന്ന് എങ്ങനെ മനുഷ്യനിലേക്ക് നിപ പടരുന്നു എന്നതിനെ കുറിച്ച് വ്യക്തമായി പറയാൻ കഴിഞ്ഞിട്ടില്ല. 3 സ്ഥാപനങ്ങളാണ് ഇതേക്കുറിച്ച് വിശദമായി പഠിച്ചത്. 3 സ്ഥാപനങ്ങൾക്കും, അതായത് ICMR, NIV, അതേപോലെ ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസസ് എന്നീ 3 കേന്ദ്ര സ്ഥാപനങ്ങളാണ് ഈ നിപയെ കുറിച്ച് പഠിച്ചത്. ഇതിൽ ഒന്നിൽ പോലും എങ്ങനെയാണ് വവ്വാലിൽ നിന്ന് മനുഷ്യനിലേക്ക് ഈ അസുഖം പടരുന്നത് എന്ന് കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് കേരളം റെക്കോർഡ് ഇട്ടിരിക്കുന്നത്. സകല പഴങ്ങളും കേരളം പരിശോധിച്ചിരിക്കുകയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈ നിപയുമായി ബന്ധപ്പെട്ട് പഴങ്ങൾ പരിശോധിക്കുന്ന ഒരു പ്രദേശമായി കേരളം മാറി. പക്ഷേ ഒറ്റപ്പഴത്തിൽ പോലും നിപയുടെ സാന്നിധ്യമില്ല എന്നുള്ളതാണ് കണ്ടെത്തൽ. അവിടെയാണ് നമുക്കിവിടെ ആസൂത്രിതമായ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഈ കാര്യത്തിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത്. കോഴിക്കോട് മാത്രം എന്തുകൊണ്ട് കാലാകാലങ്ങളിൽ കൃത്യമായ ഇടവേളകളിൽ ഓരോ വർഷവും ഇങ്ങനെ നിപ വന്നു പോകുന്നു? നിരവധി മരണങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇതുവരെ 2018 മുതൽ 2026 വരെ പരിശോധിച്ചാൽ കോഴിക്കോട് 21 മരണങ്ങൾ. എന്തുകൊണ്ടാണ് കോഴിക്കോട് മാത്രം ഇങ്ങനെ ഉണ്ടാകുന്നത്? ഇതിനു പിന്നിലുള്ള ആസൂത്രിതമായിട്ടുള്ള എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടോ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അത് ആരോഗ്യവകുപ്പല്ല കണ്ടുപിടിക്കേണ്ടത്, മറിച്ച് നമ്മുടെ സംസ്ഥാന ഇന്റലിജൻസ്, കേന്ദ്ര
കേന്ദ്ര ഇന്റലിജൻസ് അടക്കമുള്ള ഏജൻസികൾ വന്ന് അന്വേഷിക്കണം. ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ആഭ്യന്തരമായിട്ടുള്ളതോ രാജ്യത്തിന് പുറത്തുള്ളതോ ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗൂഢാലോചന ഈ കോഴിക്കോട്ടെ നിപയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ശാസ്ത്രീയമായ പരിശോധനയിൽ അങ്ങനെ തെളിഞ്ഞിട്ടേയില്ല. പഴങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക് പടർന്നുവെന്ന് കാണാനേ കഴിഞ്ഞിട്ടില്ല, കണ്ടെത്താനേ കഴിഞ്ഞിട്ടില്ല. പഴങ്ങളിൽ ഈ നിപ്പ വൈറസ് ഉണ്ട് എന്ന് കേരളത്തിലെ ഇത്തരം പഠനങ്ങൾ വഴി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവിടെ വേണ്ടത് മറ്റൊരു അന്വേഷണമാണ്. ആരോഗ്യവകുപ്പിൻ്റെതല്ലാത്ത ബാഹ്യ ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.